പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർ ഒരു അസൈൻമെന്റ് തരിക അല്ലെങ്കിൽ ഹോംവർക്ക് തരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അതായത് നമുക്ക് ആ ഒരു ഹോംവർക്ക് അല്ലെങ്കിൽ അസൈൻമെന്റ് തനിയെ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അറിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ഫ്രണ്ട്സിന്റെ നോക്കി എഴുതും, അല്ലെങ്കിൽ എന്താ പറയുക, ലേബറിൻ്റെ പോലുള്ള ഗൈഡുകൾ നോക്കിയിട്ട് എഴുതും. ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളോ? എന്നാൽ ഇന്നത്തെ കാലത്ത് ലേബറിൻ്റെ പോലുള്ള ഗൈഡുകൾ ഉണ്ടെങ്കിൽ പോലും എല്ലാവരും കൂടുതലായി ഉപയോഗിക്കുന്നത് ChatGPT പോലുള്ള AI ബോട്ടുകളായിരിക്കും. ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബിലിടുന്ന ഒട്ടുമിക്ക വീഡിയോസും ഞാൻ ChatGPT ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അതായത് അതിൻ്റെ സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട്, അതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഹാഷ്ടാഗ് പോലുള്ള അതിൻ്റെ ടൈറ്റിൽ, അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ChatGPT, ജെമിനി, കോപൈലറ്റ് ഇതൊക്കെയാണ് യൂസ് ചെയ്യുക. ഇത്തരം ബോട്ടുകൾ എങ്ങനെയാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നത്? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് AI മോഡലുകൾ എങ്ങനെയാണ് കൂടുതൽ എഫിഷ്യൻ്റ് ആകുന്നത്. അതുമാത്രമല്ല, പുതിയതായി ഇറങ്ങിയ DeepSeek R1, Llama 4 ഇതൊക്കെ എന്താണ്? ഇതിനെയൊക്കെ പറ്റി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. എന്താണ് LLM? ഈ വാക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ലാർജ് ലാംഗ്വേജ് മോഡൽ, അതാണ് ഇതിൻ്റെ ഫുൾ ഫോം. വളരെ വലിയ ഡാറ്റയിൽ ട്രെയിൻ ചെയ്തെടുത്ത ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബ്രെയിനാണിത്. എങ്ങനെയാണ് LLM ഒരു ബോട്ടിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എഴുതിയോ പറഞ്ഞോ ഉത്തരമിടുന്ന ഒരു ലാംഗ്വേജ് ആണിത്. അതായത് ഒരു ബോട്ടിന് ആ ബോട്ട് ഉണ്ടാക്കിയ കമ്പനി തന്നെ എഴുതിയോ പറഞ്ഞോ പഠിപ്പിച്ചു കൊടുക്കും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടിക്കണക്കിന് വാക്കുകൾ, വെബ്സൈറ്റുകൾ, ആർട്ടിക്കിളുകൾ എല്ലാം ഇതിന് പഠിപ്പിച്ചു കൊടുക്കും. ഒരു ബോട്ടിന് LLM പഠിപ്പിക്കാനുള്ള ചെലവ് കേട്ട് കഴിഞ്ഞാൽ തല കറങ്ങിപ്പോകും. മില്യൺസ് ഓഫ് ഡോളറാണ് അതിന് ആവശ്യം വരിക. അതിനു പുറമെ, അതായത് GPU ക്ലസ്റ്ററുകളുടെ ചിലവ്, അതിൻ്റെ പ്രോസസ്സിങ്ങിനുള്ള ചിലവ്, അത് മാത്രമല്ല ഇത് കൂളിങ്ങിന് വേണ്ടിയിട്ട്, അതായത് അതിൻ്റെ സെർവർ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ലിറ്റർ കണക്കിന് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ചില സമയത്ത് ഇത്തരം ബോട്ടുകൾക്ക് തെറ്റ് പറ്റാറുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ അതിന് പഠിപ്പിച്ചു കൊടുക്കും. അതുവഴിയും ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, നമ്മുടെ ഇൻട്രസ്റ്റുകൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മൾ ഏത് തരത്തിലുള്ള ആൾക്കാരാണ്, നമ്മുടെ സ്വഭാവം എല്ലാം ഈ ബോട്ടുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 വർഷം പുറകോട്ട് പോയി നോക്കുക. അതായത് GPT-2, GPT-3 ഇറങ്ങിയ ആ ഒരു കാലം. അന്ന് ആളുകൾ പറഞ്ഞത് AI ബോട്ടുകൾ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം ടേക്ക് ഓവർ ചെയ്യും എന്നാണ്. പക്ഷേ അന്നത്തെ ആ ബോട്ടുകൾക്ക് ഇന്നത്തെ ബോട്ടിൻ്റെ അത്ര ആക്യുറസിയും എഫിഷ്യൻസിയും ഒന്നും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, അത്തരം ബോട്ടുകൾ ഉണ്ടാക്കാനായിട്ട് ധാരാളം പവർ വേണ്ടി വരും. GPU, ക്ലൗഡ്, ഡാറ്റാ സെൻറ്റർ ചാർജ്, കൂളിംഗ് എന്നിവയ്ക്കായി വേണ്ട ഇലക്ട്രിസിറ്റിയുടെ അളവ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ കുഴഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ പലരും അക്യുറസി കുറഞ്ഞ ട്രയൽ മോഡലുകളാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് വലിയ കമ്പനികൾ രംഗത്ത് വന്നു. അതോടെ കൂടുതൽ അക്യുറസിയും എഫിഷ്യൻറ്റുമായിട്ടുള്ള AI ബോട്ടുകൾ ഇറങ്ങാൻ തുടങ്ങി. അതിനുവേണ്ടി അവർ മോഡൽ ആർക്കിടെക്ചർ
ട്രെയിനിങ് അൽഗോരിതം, എനർജി യൂസേജ് എല്ലാം അവർ ഒപ്റ്റിമൈസ് ചെയ്തു. പുതിയ മോഡലുകൾ കൂടുതൽ അക്യുറസിയും ഇന്റലിജന്റുമായിട്ടുള്ളതുമായി മാറി. അതിനായി അവർ ഡീപ് തിങ്കിങ് എന്ന പുതിയ ഫീച്ചർ കൊണ്ടുവന്നു. ഇന്നത്തെ ചാറ്റ് ജിപിടിയിലും ജെമിനിയിലും എല്ലാത്തിലും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും ഡീപ് തിങ്കിങ് എന്ന ഒരു ഓപ്ഷൻ. ഈ ഫീച്ചർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു പ്രോംപ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബോട്ട് തന്നെ ഇന്റർനെറ്റിലെ എല്ലാ വെബ്സൈറ്റുകളിലും, അതായത് നമ്മൾ എന്താണ് ചോദിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ട വെബ്സൈറ്റുകളിൽ കയറി ഇറങ്ങി നമുക്ക് വേണ്ട ഉത്തരം സമ്മറൈസ് ചെയ്തു തരും. അടുത്തത് എന്താണ് DeepSeek R1? ഇതൊരു ലാംഗ്വേജ് മോഡലാണ്, ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ് മോഡലാണ്. ചൈനയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഈ വർഷം ജനുവരി 20-നാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഇത് OpenAI GPT-യുമായി കിടപിടിക്കാൻ വേണ്ടിയിട്ട്, അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ലാംഗ്വേജ് ആണിത്. അവര് പറയുന്നത്, അതായത് ഈ DeepSeek ഉണ്ടാക്കിയ ആളുകൾ പറയുന്നത്, ചാറ്റ് ജിപിടിയിൽ കൊടുത്തിട്ടുള്ള ഡാറ്റകളെക്കാളും കൂടുതൽ ഡാറ്റയും കുറഞ്ഞ എനർജി യൂസേജും ഇതിന് മതി എന്നാണ്. അതായത് ചാറ്റ് ജിപിടിനെക്കാളും അക്യുറസി ഉണ്ട്, എന്നാൽ ചാറ്റ് ജിപിടി ഉണ്ടാക്കുന്നതിന് അത്ര എനർജിയും ഇതിൽ വേണ്ട എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. പക്ഷെ ഞാനിത് യൂസ് ചെയ്ത് നോക്കി, പക്ഷെ എനിക്ക് വലിയ അക്യുറസി ആയിട്ട് ഇത് തോന്നിയിട്ടില്ല. കാരണം ചില ചോദ്യങ്ങളൊക്കെ ഇതിൽ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ ഉത്തരവാണ് തരിക. ഉദാഹരണത്തിന്, അരുണാചൽ പ്രദേശ് ഇന്ത്യയിലാണോ അല്ലയോ എന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ചിലപ്പോൾ മറുപടി തരാൻ പറ്റൂല. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് ഇതിന്. നിങ്ങൾ ഈ DeepSeek എന്ന AI ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഇനി അടുത്തത് ലാമ. ഇത് ഫേസ്ബുക്കിന്റെ മെറ്റ കമ്പനി ഡെവലപ്പ് ചെയ്ത ഒരു AI മോഡലാണിത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന, വാട്സപ്പിൽ കാണുന്ന, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന മെറ്റ AI എന്ന AI ബോട്ട് ഈ ലാംഗ്വേജ് ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. OpenAIയെ കടത്തിവെട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ചാറ്റ് ജിപിടിനെ കടത്തിവെട്ടാൻ വേണ്ടിയിട്ടാണ് ഇതും ഉണ്ടാക്കിയത്. ഇത് വെച്ചുണ്ടാക്കുന്ന ബോട്ടുകൾ കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിൽ, നമ്മളുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ബോട്ടുകളാണ് ഇതിലുള്ളത്. അത് മാത്രമല്ല, നമുക്ക് സ്വന്തമായി വളരെ എളുപ്പത്തിൽ ഈ ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ബോട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇതുവരെ 4 മോഡലുകളാണ് ലാമയിൽ ഇറങ്ങിയിട്ടുള്ളത്. ലാമ 1, ലാമ 2, ലാമ 3, ലാമ 4. അതിൽ ലാമ 4 ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത്. അതാണ് ഈ വർഷം ഇറങ്ങിയത്. ഈ മോഡൽ തന്നെയാണ് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ളത്. അത് മാത്രമല്ല, എല്ലാവർക്കും ഫ്രീ ആയി ഈ ബോട്ട് ഉപയോഗിക്കാൻ പറ്റും. ചാറ്റ് ജിപിടിക്കൊക്കെ പൈസ കൊടുക്കേണ്ടി വരും. നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സ് കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് പൈസ കൊടുക്കേണ്ടി വരും. ഈ മെറ്റ AI അല്ലെങ്കിൽ ലാമ അതിനൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. അടുത്തത്, ഇത്തരം ബോട്ടുകൾക്ക്, അതായത് ഇത്തരം ബോട്ടുകളുടെ ഗുണം എന്താണ്? ഇതുപയോഗിച്ച് നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റിൽ ആപ്പുകൾ, വെബ്സൈറ്റുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് ജെമിനി ഉപയോഗിച്ചിട്ട് ഇപ്പോൾ നമുക്കൊരു ആപ്പ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ജെമിനി എടുത്ത ശേഷം നമുക്ക് ഇന്ന ആപ്പാണ് വേണ്ടതെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിൻ്റെ കോഡ് സഹിതം നമുക്ക് കിട്ടും. ഈ ഒരു കാര്യം നമുക്ക് ചാറ്റ് ജിപിടിയിലും ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ചാറ്റ് ജിപിടി ആണ് എനിക്ക് കൂടുതൽ എഫിഷ്യൻറ്റും അക്യുറസിയും ആയിട്ട് തോന്നിയത്. പിന്നെ പണ്ടൊക്കെ നമ്മളൊരു ആപ്പ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ C++, ജാവ അങ്ങനെ കുറേ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. AI തന്നെ, അല്ലെങ്കിൽ ചാറ്റ് ജിപിടി, ജെമിനി പോലുള്ള AI ബോട്ടുകൾ തന്നെ നമുക്ക് വേണ്ടി കോഡിങ് ചെയ്യും. അതൊക്കെ വരുന്നതിന് മുന്നേ
ആളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത് C++ ഒക്കെ ഉപയോഗിച്ച് കുറേ കോഡുകൾ ടൈപ്പ് ചെയ്ത് അതിൽ പിന്നെ കുറേ എററുകൾ വരും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. അതായത് അതിന് ഒരുപാട് മണിക്കൂർ വേണം, ഒരുപാട് നേരം ഇരുന്ന് കോഡ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് ChatGPT, ജെമിനി പോലുള്ള AI ബോട്ടുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ചെറിയ രീതിയിലുള്ള ആപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതിന് ഗുണങ്ങളുണ്ടെങ്കിൽ പോലും അതേപോലെ തന്നെ ചില ദോഷങ്ങളുമുണ്ട്. അതിലൊന്നാണ്, ഇതിന് ഗുണങ്ങളുണ്ടെങ്കിലും അതേപോലെ തന്നെ ദോഷങ്ങളുമുണ്ട്. അതായത് ഇത് ചില സമയത്ത് ഇതിന് തെറ്റുകൾ പറ്റാറുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ജെമിനി എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു ഫീച്ചറുണ്ട്. നമ്മളിങ്ങനെ വീഡിയോയിൽ ഒരു സാധനം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണെന്ന് ജെമിനി പറഞ്ഞു തരും. അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടായി. പക്ഷെ ചില സമയത്ത് ഈ ജെമിനിക്ക് ചില സാധനങ്ങൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പെയിന്റിന്റെ ഡപ്പ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കപ്പ് നൂഡിൽസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അത് വേറൊന്നുമല്ല, മെഷീൻ ലേണിങ്ങിൽ വരുന്ന എററുകളാണ്. അല്ലെങ്കിൽ ആ ഒരു സാധനം അതിനെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അത് നീ പറഞ്ഞത് തെറ്റാണ്, ഇത് ഇന്ന സാധനമാണ്, അതായത് ഇന്ന സാധനമാണ് എന്ന് പറഞ്ഞു കൊടുക്കും. ആ സമയത്ത് അത് പഠിപ്പിക്കും. പിന്നീട് അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് പറയും. അപ്പോൾ നമ്മളും ഇതിൻ്റെ ഒരു ട്രെയിനറായിട്ട് മാറുകയാണ്. അത് വേറൊരു പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയിലാണ്. അതായത് ഈ AI ഇറങ്ങിയത് കൊണ്ട് തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സിൻ്റെ ജോലി പോയി, അതുപോലെ ഗ്രാഫിക് ഡിസൈനിങ്, പിന്നെ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ലോഗോ ഡിസൈൻ ചെയ്യുന്ന ആളുകളുടെ ജോലി എല്ലാം പോയി. ഇപ്പോൾ ഫോട്ടോഷോപ്പൊന്നും വേണ്ട, ജസ്റ്റ് ഏതെങ്കിലും ഒരു AI അല്ലെങ്കിൽ ജെമിനി, കോപൈലറ്റ് അങ്ങനത്തെ AI ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു ഇമേജ് ഉണ്ടാക്കാൻ പറ്റും. പ്രോംപ്റ്റ് മാത്രം കറക്റ്റായിട്ട് അടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ AI എന്താണെന്നും എങ്ങനെയാണ് അത് യൂസ് ചെയ്യുക, കറക്റ്റായിട്ട് പ്രോംപ്റ്റ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് പഠിക്കണം. ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ പ്രൊജക്റ്റ് ആയാലും ശരി, അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻ്റ് ആയാലും ശരി, കമ്പനിയിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു സെമിനാർ വന്നാലും എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് വന്നാലും ഒക്കെ ഈ AI ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പ്രോംപ്റ്റ് എങ്ങനെയാണ് അടിച്ചു കൊടുക്കേണ്ടത് എന്നെല്ലാം പഠിച്ചു വെക്കണം. കാലത്തിനനുസരിച്ച് നമ്മൾ മാറും, ഇല്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോകും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.